ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹിറ്റ്സ് മീ ഫൈസി. ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നിവിടെ നല്ല മഴയാണ്. ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ട് അതിനെ ചട കുത്തിയിരിക്കണേന്ന് ഒരു രക്ഷയില്ല. ഭയങ്കര മഴ. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, അങ്ങേറ്റം മഴ. ഒരു രക്ഷയില്ല ഗൈസ്. എന്തായാലും എടുത്തല്ലേ പറ്റുള്ളൂ, എന്തായാലും എടുത്തേ പറ്റുള്ളൂ. രക്ഷപ്പെടണം എന്ന് പറഞ്ഞാലും അതുകൊണ്ട് എന്തായാലും വീഡിയോ എടുക്കും, മസ്റ്റ് ആണത്. ഇന്നും പ്രത്യേകിച്ച് അങ്ങനെ കണ്ടന്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയണമെന്നില്ല. കാരണം എന്തിനാണത്, ബ്രേക്ക് തന്നെയാണോ വേറെന്തെങ്കിലും വെച്ചേക്കണേണോ നീ? അപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നത്. അപ്പൊ അപ്പുറത്തോട്ട് പോണേണ്. വീണ്ടും മഴ വരെയാണെങ്കിൽ എന്തായാലും നനഞ്ഞായാലും വീഡിയോ ഒന്ന് എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും ഇവിടെയാണ് നമ്മള് വീഡിയോ എടുത്തിരുന്ന സ്ഥലം. നമ്മൾ ഇന്ന് വെച്ചാൽ അങ്ങ് അറ്റത്താണ്. രക്ഷപ്പെടണം എന്നുള്ള മൈൻഡ് ഇങ്ങനെ അത് ഉറക്കം കെടുത്തിന് ഗൈസ്. ഉറക്കവും ഒന്നും വേണ്ട, ഈ സംഭവം മാത്രം മതി. വീഡിയോ 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 രക്ഷപ്പെടണം എന്ത് പറഞ്ഞല്ലേ അല്ലേ മീനെ? ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അതെ, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അതിപ്പോ എല്ലാവരും പറയണേന്ന് അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ആ ഒരു ലക്ഷ്യബോധം മനസ്സിലുള്ളവർക്ക് തീർച്ചയായിട്ടും അത് വെറും ഒരു വാക്കല്ല. അതെന്തായാലും അതിങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മളെ. യെസ്, അങ്ങനെ ഒടുവിലെ ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് ഫുള്ളാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പരിപാടി, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ അതുകൊണ്ട് ഷ്യാമിന്റെ വീട്ടിൽ പോയിട്ട് ചായ കുടിക്കുക, അവിടെ ഉള്ള സ്നാക്സുകളൊക്കെ തീർക്കുക, എന്തെങ്കിലും അറാമ്പറപ്പുണ്ടെങ്കിലൊക്കെ ചെയ്യുക. അതൊക്കെ തന്നെ പരിപാടികള് അല്ലേ മീനെ? അതൊക്കെ സ്നാക്സ് കഴിക്കുക, ചായ കുടിക്കുക. അതെ, അത് തന്നെ പരിപാടി. ഷ്യാം, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട? അവന്റെ ചിരിയാണ് ഹൈലൈറ്റ്. ഗൈസ്, വഴി കൂടി പോണവരൊക്കെ നമ്മളെ നോക്കിയിട്ട് പോകണം. നമ്മൾ അത്രയും വലിയ ഫേമസ് ആയിരുന്നു. അഭിമാനിക്കാൻ പറ്റിയ നിമിഷങ്ങളാണ് ഗൈസ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ സ്ഥലത്ത് എത്തും ഗൈസ്, ഉറപ്പാണ്. അല്ല മീനെ? എത്തിയിരിക്കും. അങ്ങനെ ഗൈസ്, മഴ പെയ്യുമ്പോ വെട്ടിക്കാണാൻ നല്ല രസമാണ്. കാണിച്ചാ കണ്ട ഈ പതൂരി മാറിക്കണം. അതെ, ഇവനെ കാണാൻ നല്ല രസം കൊടുക്കുക. ഭയങ്കര രസമാണ് ഗൈസ്. കണ്ട, അതല്ല ഗൈസ്, ഈ പൂന്തോട്ടം കാണൂ ഗൈസ്. ഏത് പൂന്തോട്ടം? ഇതാണോ പൂന്തോട്ടം? ഇത് നമ്മ പൂന്തോട്ടമാക്കി ഗൈസ്. ഇത് പറയാനാ നോക്കണേ. പൂവിന്റെ അവിടെ ഞാൻ നിക്കാം. അതെ, ചിരിച്ചാണോ നോക്കട്ട. എടാ, മഞ്ഞൂരും പോണവരൊക്കെ നോക്കിട്ട് പോണുണ്ട്. ഇത് എന്താണ് അവസ്ഥ? ഫേമസ് ആയി ഗൈസ്, വൈറലായി. ഒന്നും പറയല്ല ഗൈസ്. നമ്മളെ കോമഡി കണ്ടന്റ്സ് ഒന്നും കാണാത്തവരൊക്കെ ഇൻസ്റ്റയിൽ പോയി ചെക്ക് ചെയ്യും. അമീർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ കിട്ടും. അതേപോലെ തന്നെ സ്മൂത്ത് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷ്യാമിന്റെ അക്കൗണ്ട് കിട്ടും. 2K റാപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്റെ അക്കൗണ്ട് കിട്ടും. അപ്പൊ നിങ്ങളെല്ലാവരും പോയി ചെക്ക് ചെയ്യും. നല്ല അടിപൊളി കോമഡി കണ്ടന്റ്സ് ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. വരും കാലങ്ങളിൽ നമ്മളായിരിക്കും സെലിബ്രിറ്റീസ് ഒക്കെ. എന്തായാലും ആഗ്രഹോട്ടാ ആയാ മതിയായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ നടന്ന് ഷ്യാമിന്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട് ഗൈസ്, മഴ കൊണ്ടേ പറ്റുള്ളൂ, കാരണം അതങ്ങനെയാണ്. എന്തായാലും എല്ലാം വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. കഷ്ടപ്പെട്ടാൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എന്തായി തീരണം എന്നുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ഡ്രീം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ മുന്നേറാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയിരിക്കും, ഉറപ്പാണത്. ഒരു 4-5 വർഷത്തിന് മുന്നേയൊക്കെ ഞാനൊക്കെ വെറും വട്ടപൂജയായിരുന്നു. എന്നെയൊക്കെ എന്തോരം എന്താ പറയാ, ആൾക്കാര് അതും ഇതും പറയാത്തായിട്ടൊന്നുമില്ല. പണിയില്ലാത്തവൻ, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്, ഇങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ വകവെക്കാണ്ട് നമ്മൾ നമ്മളുടേതായ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് നമ്മളിപ്പം മുന്നോട്ട് പോയതുകൊണ്ട് നമുക്കിപ്പം ഈ ഒരു സമയത്ത് എന്താ പറയാ, കുറച്ച് റീച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് അറിയപ്പെടാനും നല്ല എല്ലാ കമ്പനികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു ഡ്രീം നിങ്ങൾ കൈവിടരുത്. നിങ്ങളുടെ മനസ്സിലുള്ള ഡ്രീം നിങ്ങൾ ഒരിക്കലും കൈവിടാണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. അതെ, നമ്മളപ്പോ ഷ്യാമിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഷ്യാമതെ തല ഓർത്താണ്, അമീനെ ട്രിപ്പുണ്ട് ഗൈസ്. ഇതാണ് ഷ്യാമിന്റെ വീട്ടിലെ പട്ടി. മരക്കട ഷ്യാമിന്റെ വീട്ടിലെ പട്ടി ഭയങ്കര അഗ്രസീവാണ് ഗൈസ്. ആരെ കണ്ടാലും കുരക്കും. പക്ഷെ നമ്മളെ കണ്ടാൽ കുരക്കൂല,
അതിപ്പോ എല്ലാ പട്ടിയും എല്ലാവരെയും കണ്ടതിനാ കുറക്കും, അത് വേറെ കാര്യം. പക്ഷേ ഭയങ്കര ഡേഞ്ചർ ആണ് അവൻ. ഇവിടെ നിന്നാണ് ചായ കുടിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാനൊന്നും പറ്റൊന്നുമില്ല. അപ്പൊ വിടൂല, കുറച്ച് അവന്റെ കുരവള്ളി പൊട്ടണ രീതിക്ക് അവൻ കുറച്ചളയും. അങ്ങനത്തെ രീതിയിൽ ഭയങ്കര ഒരു കണ്ട നമ്മളെ കണ്ടോർണവനെ നീറ്റി. അവൻ വില്ലനാണ്, അവൻ വില്ലൻ. കാനിപ്പോ വന്നിട്ട് പോയുള്ളൂ. ഗൈസ്, കാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ അവൻ ജിമ്മിന് പോയിട്ടുള്ളൂ. അവനോട് വീഡിയോ കൊടുക്കാനായിട്ട് വെട്ടിക്ക വരാൻ പറഞ്ഞു, അവൻ വന്നില്ല. ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഞാനും ശ്യാമും അമീനും മാത്രം ഉണ്ടായുള്ളൂ. വിജിത്ത് പണിക്ക് പോയി. കാനിന് മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല നല്ല ബ്ലോഗ് ആയിട്ട് ഇനിയും നമ്മൾ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അമീന എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷം വേറെന്തെങ്കിലും പറയടാ. സന്തോഷം. അതെ, ഞങ്ങളിപ്പോ സന്തോഷത്തിലാണ്, നല്ല ഹാപ്പിയിലാണ്. അതുകൊണ്ട് അവന്റെ വായിൽ അത് മാത്രം വരുള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇറ്റ്സ് മീ ഫൈസി സൈനിങ് ഔട്ട്.